പിന്നെ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പാർട്ടിക്കാരല്ലാത്തവരും നമ്മളോട് സഹായിക്കാൻ വരും. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി, സ്വതന്ത്രന്മാർ അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരും. എത്ര സ്വതന്ത്രന്മാർ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. ഈ കേരളത്തിലെ പ്രതിഭാശാലികളായ മനുഷ്യരല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്രന്മാരായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്. ജ്ഞാനപീഠ ജേതാവ് എസ് കെ പൊറ്റേക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തലശ്ശേരിയിൽ നിന്ന് MP ആയി ഇന്ത്യയുടെ പാർലമെന്റിലെത്തി. ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറഞ്ഞാൽ ആരാ? ഏറ്റവും മികച്ച മലയാള സാഹിത്യ നിരൂപകനാണ് മുണ്ടശ്ശേരി മാഷ് നമ്മളെ സ്വതന്ത്രനായി ജയിച്ച് വിദ്യാഭ്യാസ മന്ത്രിയായില്ലേ? VR കൃഷ്ണയ്യർ, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള പേരല്ലേ VR കൃഷ്ണയ്യർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണയോടെ സ്വതന്ത്രനായി MP ആയി, MLA ആയി, മന്ത്രിയായില്ലേ? ഡോക്ടർ മേനോൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണ, നല്ല ഡോക്ടറായിരുന്നു, ആരോഗ്യമന്ത്രിയായില്ലേ? നമ്മുടെ സ്വതന്ത്രന്മാരെ എപ്പോഴും നമ്മുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് തികയില്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയങ്ങൾ നോക്കി 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ രേഖയിലും എല്ലാ പാർട്ടി കോൺഗ്രസ് രേഖകളിലും നമ്മൾ കാണുന്നത് എന്താ? ഈ രാജ്യത്ത് മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പം പാർട്ടി അംഗങ്ങൾ, പാർട്ടി ബന്ധുക്കൾ, പാർട്ടി അനുഭാവികൾ, അതിനുമപ്പുറത്ത് പാർട്ടിക്കൊപ്പം വിഷയങ്ങളിൽ സഹകരിക്കാൻ തയ്യാറുള്ള വ്യക്തികൾ, അവരെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്. എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണം. എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളാകണമെന്ന് നിർബന്ധിക്കാനാവില്ല. പലതരം സങ്കീർണതകൾ ഉണ്ടാവും. അപ്പൊ ഈ സ്വതന്ത്രന്മാരെ കൂടി കൂട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുക. അങ്ങനെയാണ് നമ്മൾ നിരവധി സ്വതന്ത്രന്മാരെ മലപ്പുറം ജില്ലയിൽ നമ്മളെ കൂടെ വന്ന് മത്സരിച്ചിട്ടില്ലേ? പക്ഷേ അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ സാധാരണ നമ്മൾ സ്വതന്ത്രന്മാരോട് എന്താ പറയുക? ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒന്നിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ 5 കൊല്ലത്തേക്കാണ്. ആ 5 കൊല്ലത്തേക്ക് നമ്മൾ ഒരുമിച്ച് ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടെ നിൽക്കണം. അതിമേലാണ് നമ്മൾ സ്വതന്ത്രന്മാർക്ക് പിന്തുണ കൊടുക്കുക. ചില ആൾക്കാർ 3 കൊല്ലം കൂടുമ്പോൾ തൊട്ടിന്യായം പറഞ്ഞ് പിരിഞ്ഞു പോകും. അത് കണ്ടും ഞങ്ങൾ പേടിക്കുന്നില്ല എന്ന കാര്യം ഓർത്തിച്ചു. അങ്ങനെയുണ്ടേ. അതൊക്കെ ഒരു ഇതിൻ്റെ ഭാഗമാണ്. ബാക്കി ഞാൻ പറയുന്നില്ല. അതാണ്. അങ്ങനെ പോയാൽ ഇതാ തീർന്നു. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷം കിട്ടിപ്പോയി ഒരവസരം, തട്ടിക്കളയാം, ഈ കമ്മ്യൂണിസ്റ്റ് പാവങ്ങളെ തട്ടാം എന്ന് വിചാരിച്ച് ചാടി ഇറങ്ങരുത്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും അത് പ്രചരിപ്പിക്കണം, ജനങ്ങളോട് പറയണം. നിങ്ങൾ നമുക്കെതിരായിട്ട് ഉപയോഗിക്കുന്നത് അത് ഞാനൊന്നും പറയില്ല. അതിനൊരളവുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്കൊന്നും സംഭവിക്കാനൊന്നും പോണില്ല. പക്ഷെ കാണുമ്പോൾ ഒരു വിഷമം. അതാ സംഭവം. ഇപ്പോൾ നിലമ്പൂർ MLA നമ്മളുടെ കൂടെ നിൽക്കുന്നില്ല. മാറിക്കോട്ടെ, മാറിപ്പോയി. പിന്നെ മാറിപ്പോയൊരു ശക്തി കാണിക്കാൻ ചില സൂത്രങ്ങളൊക്കെ കാണിക്കും. അതിപ്പോൾ നമുക്കൊന്നും അതിനെക്കുറിച്ച് പറയില്ല. പിന്നെ നിലമ്പൂരിൻ്റെ അടുത്താണ് ഗൂഡല്ലൂർ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ DMKൻ്റെ കൂടി ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടു വരും. അതിപ്പോൾ നിലമ്പൂരിൻ്റെ അടുത്ത് ഗൂഡല്ലൂർ ഉണ്ടായതൊരു സംഭവിച്ചുകൊണ്ടാണ്. മനസ്സിലായല്ലോ? ഇമ്മക്ക് വല്ല പേടിയുണ്ടോ? എനിക്കതാ മനസ്സിലാകത്ത്. അതൊക്കെ നടക്കും, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ നമ്മളെ നേരെ കളവ് പ്രചരിപ്പിക്കരുത്. നമുക്കെതിരായിട്ട് ഈ പാർട്ടിയെ അധിക്ഷേപിക്കരുത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നിട്ട് നമുക്കൊരു നമ്മളുടെ ഒരു സ്നേഹം ആരാണ്? ബ്രാഞ്ചിലെ സഖാവ് നല്ല സഖാവ്, ലോക്കൽ കമ്മിറ്റി കുറച്ചും കൂടി മോശം, ജില്ലാ കമ്മിറ്റി കുറച്ചും കൂടി മോശം, സംസ്ഥാന കമ്മിറ്റി മോശം, അതിൻ്റെ അപ്പുറത്താണ് വളരെ മോശം, പിണറായി വിജയൻ വളരെ 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 മോശം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളണം കേട്ടോ. ഞങ്ങളെല്ലാവരെയും അടയാളപ്പെടുത്തുന്ന ഒരു പേരുണ്ട്, അത് സഖാവ് എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. അത് ബ്രാഞ്ചായാലും പോളിറ്റ് ബ്യൂറോ ആയാലും ശരി, ഞങ്ങളെല്ലാം ഒന്നാണ്. ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങളെല്ലാവരും ഈ ചെങ്കൊടിയുടെ ആത്മാഭിമാനത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. വ്യത്യസ്തങ്ങളായ ചുമതലകൾ വ്യത്യസ്ത സ്ഥലത്തിൽ നിർവഹിക്കുന്നു എന്നേ ഉള്ളൂ. പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമനുസരിച്ചാണ്. ആ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേരെ കളങ്കമുണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കരിവാരി തേക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ അതിനാളെ കിട്ടില്ല.
കിട്ടിപ്പോയി കുറച്ച് ആൾക്കാർ അതിന് കിട്ടുമെന്ന് അവർ വിചാരിച്ചത്. പിണറായിയെ കുറ്റം പറയാം. എന്നിട്ട് സാധാരണക്കാരെ സഖാവെ ബാഞ്ചേല മെമ്പറോട് അയ്യോ സഖാവിനെ കുറിച്ചല്ല കേട്ടോ, ഇത്ര വിവരമില്ലാത്തവരെ ഞങ്ങളെ പാർട്ടിയിൽ ഇത് വിചാരിച്ചോ? അങ്ങനെ വിചാരിച്ചാ? ഇവൻ സാധുവായിരിക്കും. ഗതിയില്ലാത്തവനൊക്കെയാണ് ഞങ്ങളെ പാർട്ടിയിൽ ധാരാളം. പാവങ്ങളാ, 3 നേരത്തെ ഭക്ഷണം പലപ്പോഴും കഴിക്കുന്നവർ ഈ പാർട്ടിയിൽ ധാരാളം ഉണ്ട്. അവരെ പറഞ്ഞു പറ്റിക്കാനൊന്നും ഈ ലോകത്തൊരാളെയും ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല.